ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം അഷ്ടാദശ സർഗ. രാവണാഗമനം, രാവണന്റെ വരവ്. തഥാ വിപ്രേഷമാണസ്യ വനം പുഷ്പിതപാദവം വിജന്നതശ്ച വൈദേഹിം കിഞ്ചിച്ചേഷാ നിശാഭവത്. പൂത്ത വൃക്ഷങ്ങൾ നിറഞ്ഞ ഉപവനം വീക്ഷിച്ചുകൊണ്ടും വൈദേഹിയെ അങ്ങനെ തിരിഞ്ഞുകൊണ്ടും ഇരിക്കെ നേരം പുലരാറായി. ഷഡംഗവേദ വിദുഷാം പ്രതുപ്രഭരയാജിനാം ശുശ്രാവ ബ്രഹ്മഘോഷാംശ്ച രാത്രി ബ്രഹ്മരക്ഷസാം. വേദാംഗങ്ങൾ അഭ്യസിച്ചവരും യാഗങ്ങൾ ചെയ്യുന്നവരും ബ്രാഹ്മണ്യം കൈവന്നവരുമായ രാക്ഷസന്മാരുടെ വേദമന്ത്രഘോഷങ്ങൾ ഹനുമാൻ കേട്ടു. അത മംഗളവാദിത്രേ ശബ്ദേഷോത്ര മനോഹരേഹി പ്രബോധ്യത മഹാബാഹുർ ദശഗ്രീവോ മഹാബല. അന്നേരം അതിബലവാനും മഹാബാഹുവുമായ ദശകണ്ഠനെ കർണാനന്ദകരങ്ങളായ മംഗളവാദ്യങ്ങളും സ്തുതിവാക്യങ്ങളും മുഴക്കി വൈതാളികന്മാർ പള്ളി ഉണർത്തി. വിബുദ്ധ്യാതു യഥാകാലം രാക്ഷസേന്ദ്ര പ്രതാപവാൻ ത്രസ്ത മാല്യാംബരധരോ വൈദേഹിം അന്വചിന്തയത്. പ്രതാപശാലിയായ രാക്ഷസരാജാവ് യഥാസമയം ഉണർന്ന് സ്ഥാനത്തുനിന്ന് നീങ്ങിയ മാലകളും വസ്ത്രങ്ങളും ശരിയായി ധരിച്ച് വൈദേഹിയെ മനസ്സിൽ സ്മരിച്ചു. വൃഷം നിയുക്തസ്തസ്യാം ജാമദനേന മധുൽഖട ലസതം രാക്ഷസകാമം ശശാകാത്മനി ഗൂഹിതും. അഹങ്കാരിയായ രാവണന് അവളിൽ അങ്കുരിച്ചു വളർന്ന് പാരമ്യത്തിലെത്തിയ കാമത്തെ മനസ്സിൽ ഒതുക്കി നിർത്താൻ സാധിച്ചില്ല. തിലകവ്യാഖ്യാനം ഈ ശ്ലോകത്തിൽ സീതയെ രാവണൻ തൻ്റെ കാമം കൊണ്ട് മോഹിച്ചില്ല എന്ന് പറയുന്നത് തെറ്റ്. പൂർവ്വജന്മത്തിൽ ജ്ഞാനിയായ രാവണൻ ഇപ്പോൾ ശാപകാരണം ഭഗവാന്റെ മായകൾക്ക് അധീനപ്പെട്ട് തമോ ഗുണ വിശിഷ്ടനായി പാപവൃത്തിയുള്ള രാക്ഷസകുലത്തിൽ ജനിച്ചു. രാക്ഷസരാജാവായ രാവണൻ സീതാദേവിയെ അപഹരിച്ച് തൻ്റെ രക്ഷയിൽ സൂക്ഷിച്ചു പോന്നു. സീതാദേവിക്ക് ചെയ്ത അപരാധത്തിനും അവരുടെ നാമോച്ചാരണമേ പാപം പോയിട്ട് രാജകുലമായ ഉത്തമകുലത്തിൽ ശിശുപാലനായി ജനിക്കുവാൻ കാരണമായി. ഇതിന് ശ്രുതിപ്രമാണമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഋഗ്വേദത്തിൽ ദാനസ്ഥാപക എന്ന മന്ത്രത്തിൽ അന്നദാന പ്രഭുക്കളെ നിങ്ങളെ ആർ ദുഷിക്കുന്നുവോ അവർ നാശമടയും, നിങ്ങളെ ആർ നാമത്തെ സ്മരിക്കുന്നുവോ പാപമുക്തരാകും എന്ന് പ്രമാണം. ഈ പ്രമാണപ്രകാരം സീതാദേവിയെ ഒരു വർഷക്കാലം ദുഷ്ടബുദ്ധിയോടെയെങ്കിലും ഹൃദയപൂർവ്വമായിട്ട് സ്മരിച്ച രാവണൻ നല്ല ജന്മത്തെ വരിച്ചു. സ സർവാഭരണേർയുക്തോ വിപ്രക്ഷ്യമനുത്തമം താം നഗേതി വിധേജുഷ്ടാം സർവപുഷ്പബലോപഗേ വൃതാം പുഷ്കരണീഭിശ്ച നാനാപുഷ്പോപശോഭിതാം തഥാ മതൈശ്ച വിഹഗേർ വിചിത്രാം പരമാത്ഭുതൈഃ ഇഹാം മൃഗൈശ്ച വിവിധേർ ഹൃദാം ദൃഷ്ടിമനോഹരേ വീതി സംപ്രേക്ഷമാണശ്ച മണികാഞ്ചനതോരണാഃ നാനാമൃഗഗണാകീർണാം ഫലേ പ്രപ്രതിദേവൃതാം അശോകവനികാമേവ പ്രാവിശത് സന്തതദ്രുവാം. ഇതിലും ശ്രേഷ്ഠമായ മറ്റൊന്നില്ല എന്ന് ആർക്കും തോന്നുന്ന വേഷഭൂഷാദികൾ ധരിച്ച് തങ്കത്തോരണങ്ങൾ തൂക്കിയ വീഥികൾ വീക്ഷിച്ചുകൊണ്ട് രാവണൻ മോഹനമായ അശോകവനത്തിൽ പ്രവേശിച്ചു. പുഷ്പഫല സമൃദ്ധമായ വിവിധ വൃക്ഷങ്ങൾ നിറഞ്ഞ സദാ കളപൂജനം ചെയ്യുന്ന അത്ഭുത പക്ഷികൾ പാറിപ്പറക്കുന്ന താമരപ്പൂജകൾ നിറഞ്ഞ വിവിധ പുഷ്പങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന മാൻകൂട്ടങ്ങൾ നിറഞ്ഞ വൃക്ഷനിബിഡമായ താഴെ വീണ് കിടക്കുന്ന പഴങ്ങളോടുകൂടിയ പലതരത്തിലുള്ള മാനുകളുടെ പ്രതിമകളാൽ വിളങ്ങുന്ന ആ അശോകവനം കണ്ണിനും കരളിനും ആനന്ദം നൽകുന്നതായിരുന്നു. അങ്കനാശതമാത്രം തൂത്തം വ്രജന്തമനുവ്രജത് മഹേന്ദ്രം ഇവ പൗലസ്ത്യം ദേവഗന്ധർവയോഷിത. ദേവസ്ത്രീകളും ഗന്ധർവ വനിതകളും ഇന്ദ്രനെ എന്ന പോലെ അശോകവനികയിലേക്ക് പോകുന്ന രാവണനെ അസംഖ്യം അങ്കനാമണികൾ പിന്തുടർന്നു ചെന്നു. ദീപിക കാഞ്ചനീ കാഞ്ചിരഗൃഹുസ്തത്രയോഷിത ലാലവ്യജനഹസ്താശ്ച താരവൃന്ദാനിജാപര. ചില സ്ത്രീകൾ വെഞ്ചാമരം വീശി, ചിലർ ആലവട്ടം പിടിച്ചു, വേറെ ചിലർ പൊൻചങ്ങല വട്ടങ്ങളും പിടിച്ചിരുന്നു. കാഞ്ചനൈരവിഭൃംഗാരേർ ജുഹ്രോ സലിലമഗ്രത മണ്ഡലാഗ്രാൻ ഋസിം ചൈവ
പൃഷ്ഠതോയയുഹോ. ചിലർ ചെറു കാഞ്ചന കുംഭങ്ങളിൽ വെള്ളം എടുത്തുകൊണ്ട് മുന്നിൽ ചെന്നു. മറ്റു ചിലർ വാളുകളും പരവതാനിയും എടുത്തുകൊണ്ട് പിന്നാലെയും ചെന്നു. കാചിത് രത്നമയീം പാത്രീം പൂർണ്ണാം പാനസ്യ ഭാമിനി ദക്ഷിണേനൈവ തഥാ ജഗ്രാഹവാണിന. അപ്പോൾ സമർത്ഥമായ ഒരു യുവതി രത്നമയമായ നിറഞ്ഞൊരു ജലപാത്രം വലം കൈയിൽ എടുത്തുകൊണ്ട് നടന്നു. രാജഹംസ പ്രതീകാശം ഛത്രം പൂർണ്ണ ശശിപ്രഭം സൗവർണദണ്ഡം അപരാ ഗൃഹീത്വാ പൃഷ്ഠതോയയോ. മറ്റൊരുവൾ സ്വർണ്ണക്കാലുള്ളതും അരയന്നത്തിൻ്റെ വെണ്മയുള്ളതും പൂർണ്ണചന്ദ്രപ്രഭയുള്ളതുമായ കുട പിന്നിൽ നിന്ന് പിടിച്ചുകൊടുത്ത് രാവണനെ പിന്തുടർന്നു. നിദ്രാമതപരീദാക്ഷ്യോ രാവണസ്യോത്തമാ സ്ത്രീയ അനുജഗ്മോപതിം വീരം കനം വിദ്വല്ലതായിവ. ഉറക്കം കൊണ്ടും ലഹരി കൊണ്ടും കലങ്ങിയ കണ്ണുകളോടുകൂടിയ രാവണപത്നിമാർ മിന്നൽ പിണരുകൾ മേഘത്തെ എന്ന പോലെ വീരനായ പതിയെ അനുഗമിച്ചു. യാവിദ്ധാരകേയൂരാ സമാമൃദിതവർണക സമാകലിതകേശാന്ത സസ്യേതവദനാസ്തദാ പൂർണ്ണന്ത്യോ മതശേഷേണ നിദ്രയാ ജശുഭാനനാഹ ചേതകൃഷ്ടാംഗകുസുമാ സുമാല്യകുലമൂർധജ പ്രയാന്തം നൈഋതപതിം നാര്യോ മതിരലോചന ബഹുമാനാച്ച കാമാച്ച പ്രിയാ ഭാര്യാസ്തമന്വയുഹോ. സ്ഥാനം തെറ്റിയണിഞ്ഞ മുത്തുമാലകളും തോൾവളകൾ ഉള്ളവരും കുറിക്കൂട്ടുകൾ മാഞ്ഞുപോയവയും മുടിയണിഞ്ഞവരും മുഖത്തും ശരീരത്തിലും വിയർപ്പ് പൊടിഞ്ഞവരും പുഷ്പാലങ്കൃതമായ കേശങ്ങളോടുകൂടിയവരും തലേന്നത്തെ ലഹരിയും ഉറക്കവും വിട്ടുമാറാത്ത ചാഞ്ചാടുന്നവരും സുമുഖികളും മതിരേക്ഷണങ്ങളുമായ പ്രിയപത്നിമാർ മുമ്പിൽ പോകുന്ന ഭർത്താവായ രാവണനെ ബഹുമാനം, കാമം എന്നിവയാൽ പ്രേരിതരായി പിന്തുടർന്നു. സജ കാമപരാധീനാപതിസ്ഥാ സാ മഹാബല സീതാസക്തമനാമന്ദോ മതാഞ്ചിതഗതിർഭവോ. അവരുടെ ഭർത്താവും മഹാബലവാനുമായ രാവണൻ കാമപരാധീനനായി ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്നു. അതിനാൽ സീതാസക്തചിത്തനായ അയാൾ മതാഞ്ചിതഗതിയായിട്ട് വിളങ്ങി. അഹങ്കാരം സൂചിപ്പിക്കുന്ന സഞ്ചാരം ഉള്ളിൽ കാമന്റെ വിളയാട്ടമായതിനാൽ നർത്തത്തിലും ആ അഹംഭാവം വെളിപ്പെട്ടിരുന്നു എന്ന് സാരം. തഥ കാഞ്ചിനീനാഥം ചാനോ പുരാണാം ജതുസ്വനം ശുശ്രാവ പരമസ്ത്രീണാം സഖബീർമാരുതാത്മജ. ഹനുമാൻ അവിടെ ഉത്തമ സ്ത്രീകളുടെ അരഞ്ഞാണിൻ്റെയും കാൽച്ചിലമ്പുകളുടെയും നേർത്ത ശബ്ദവും കിൽക്കവും കേട്ടു. തം ച പ്രതികർമാണം അജിന്യ ബലപൗരുഷം ദ്വാരദേശമനുപ്രാപ്തം ദദർശ ഹനുമാൻ കവിഃ ദീപികാഭിരനേകാഭി സമന്താദവഭാസിതം ഗന്ധതൈലാവസിക്താഭിർയമാണാഭിരഗ്രത കാമദർപ്പമതേരുക്തം ജിഗ്മതാമ്രോ യഥേക്ഷണാം സമക്ഷമിവ ഗന്ധർപ്പം അപവിദ്ധശരാസനം മതിതാമൃത ഫേനാഭം ഹരജോ വസ്ത്രമുത്തമം സലിലമനുകർഷന്തം വിമുക്തം സക്തമംഗതേ. സുഗന്ധതൈലങ്ങൾ ഒഴിച്ച് കത്തിച്ച് മുന്നിൽ പിടിച്ചിരിക്കുന്ന ദീപങ്ങളുടെ പ്രകാശത്തിൽ അചിന്ത്യമായ ബലപൗരുഷങ്ങളോടുകൂടിയവനും അപ്രതിമകർമാവുമായ രാവണൻ മന്ദമന്ദം നടന്ന് അശോകവനികയുടെ പ്രവേശന ദ്വാരത്തിൽ വന്നു ചേർന്നത് ഹനുമാൻ കണ്ടു. ചുവന്നു നീണ്ട കുടില നേത്രങ്ങളോടുകൂടിയവനും പൂവമ്പെടുക്കാത്ത കാമദേവനെ പോലുള്ളവനും തോൽവളയിൽ തങ്ങിയ കടഞ്ഞ പാൽനുര പോലെ ശുഭ്രമായ ഉത്തരീയം ധരിച്ചവനുമായ രാവണൻ കാമം, അഹങ്കാരം, ദുശ്ചരിതം തം പത്രവിടവേലീന പത്രപുഷ്പഗനാവൃത സമീപം ഉപസംക്രാന്തം നിത്യാധൂമുപചക്രമേ. ഹനുമാൻ പൂക്കളും ഇലകളും തിങ്ങിയ കൊമ്പിൽ ഒളിച്ചിരുന്നുകൊണ്ട് അടുത്തു വന്നിരിക്കുന്ന രാവണനെ സൂക്ഷിച്ചു നോക്കി തുടങ്ങി. അപേക്ഷമാണസ്തു തതോ ദദർശ കവികുഞ്ചര രൂപയൗവന സമ്പന്ന രാവണസ്യ വരസ്ത്രീയഃ. അപ്പോൾ സൗന്ദര്യവും യൗവനവും തികഞ്ഞ രാവണന്റെ ശ്രേഷ്ഠപത്നിമാരെ ഹനുമാൻ കണ്ടു. താപി പരിവൃതോ രാജ സ്വരൂപഭിർമഹായശാഃ തന്മൃഗദിജ സങ്കുഷ്ടം പ്രവിഷ്ട പ്രമദാവനം. സുന്ദരിമാരാൽ ചൂഴപ്പെട്ട മഹാശയനായ രാവണൻ പക്ഷിമൃഗാദികൾ നിറഞ്ഞ അന്തപുരോദ്യാനത്തിൽ പ്രവേശിച്ചു. വിചിത്രാഭരണ ശങ്കുകർണോ മഹാബല തേന വിശ്രവസപുത്ര സദൃഷ്ടോ രാക്ഷസാധിപ മൃത പരമനാരീഭിസ്താരാവീരിവചന്ദ്രമാഹ. വിശ്രവസിന്റെ പുത്രനും രാക്ഷസാധിപനും വിശേഷ ആഭരണങ്ങൾ അണിഞ്ഞവനുമായ രാവണൻ
ചുറ്റും നക്ഷത്രങ്ങളോടുകൂടിയ ചന്ദ്രനെ പോലെ സ്ത്രീകളാൽ ചൂഴപ്പെട്ട് എടുത്തു പിടിച്ച കാതുകളോടെ വെറിയെടുത്ത മട്ടിൽ നിൽക്കുന്നത് ഹനുമാൻ കണ്ടു. തം ദദർശ മഹാതേജ തേജോവന്തം മഹാകവി. മഹാതേജസ്വിയായ കപീശ്വരൻ കാന്തിമാനായ രാവണനെ നോക്കി. രാവണോയം മഹാബാഹൂരിതി സഞ്ചിന്യവാനര സ്വയമേവ പുരാശേതേ പുരമധ്യേ ഗ്രഹോത്തമേ അവപ്ലുതോ മഹാതേജ ഹനുമാൻ മാരുതാത്മജ. നഗരമധ്യത്തിലുള്ള ഗംഭീരമായ അരമനയിൽ കുറെ മുമ്പ് കിടന്നുറങ്ങിയിരുന്ന ഇയാൾ രാവണൻ തന്നെ എന്ന് തീർച്ചപ്പെടുത്തിയ ശേഷം വായുപുത്രനായ ഹനുമാൻ അവിടെ നിന്നും കുതിച്ചു ചാടി. സ തഥാപ്യുഗ്രതേജാസന്മൃദൂതസ്തസ്യ തേജസ തത്ര ഗുഹ്യാന്തരേ സക്തോ ഹനുമാൻ സംവൃതോ ഭവത്. ഹനുമാൻ ഉഗ്രതേജസ്വിയാണെങ്കിലും രാവണ തേജസ്സിന്റെ മുന്നിൽ പതറിപ്പോയി. പിന്നീട് ഇലകൾക്കിടയിൽ ഒതുങ്ങി മറിഞ്ഞു വന്നു. രാവണ തേജസ്സിനോട് നേരിടാനുള്ള കരുത്ത് തനിക്കില്ലെന്ന് ബോധ്യപ്പെട്ടതിനാലാവാം ഹനുമാൻ ഇലകൾക്കിടയിൽ ഒരിക്കൽ കൂടി ഒതുങ്ങി ഒളിഞ്ഞു നിന്നത്. സ താമസിതകേശാന്താം സുശ്രോണിം സംഹതസ്തനിം ദുദുക്ഷൂരസിതാപാംഗാം ഉപാവസ്തത രാവണ. രാവണൻ കാർവേണിയും ശ്യാമനേത്രയും പൃഥുനിദംബവതിയും സ്വസ്ഥനിയുമായ സീതയെ കാണാൻ കൊതിപൂണ്ട് അടുത്തു ചെന്നു. ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ അഷ്ടാദശ സർഗ സമാപ്തം. 18ാമത്തെ സർഗം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം തത്സത്.